blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലെസ്സിങ് ടുഡേയുടെ 600-ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇത് മുന്നിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് ദൈവികമായ ഒരു ശുശ്രൂഷ ആയതുകൊണ്ട്, ദൈവത്തിൻ്റെ ഒരു ഫേവർ ഇതിൻ്റെ മേൽ ഉള്ളതുകൊണ്ടും, അനേകർ നിങ്ങളെപ്പോലെ അനേകർ ഇതിനെ സ്നേഹിക്കുന്നതുകൊണ്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും, നൂറുകണക്കിന് സ്പോൺസേഴ്സ് ദിവസം തോറും ഇത് സ്പോൺസർ ചെയ്യാൻ മുന്നിലേക്ക് വന്നതുകൊണ്ട് ഏറ്റവും മനോഹരമായി ഇതുവരെ ഇത് മുന്നോട്ട് പോകാൻ ഇടയായി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ സ്പോൺസർ ചെയ്ത എല്ലാവർക്കും, പാർട്ട്നേഴ്സിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ആ സ്പോൺസേഴ്സിനെല്ലാം വേണ്ടി ഒത്തിരി പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സ്പോൺസർ ഗുജറാത്തിൽ നിന്നുള്ള ഒരു വെൽവിഷറാണ്. തൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. നമുക്ക് ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ചേർന്ന് ഈ വിവാഹ വാർഷിക ദിവസത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ദൈവികമായ സകല നന്മകളും അനുഗ്രഹങ്ങളും ആ കുടുംബത്തിൻ്റെ മേൽ വന്നു ചേരട്ടെ. ജോലിയിൽ അനുഗ്രഹമുണ്ടാകട്ടെ, ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകട്ടെ. 2 മക്കളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും ഭാവിക്ക് വേണ്ടിയും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാരൻസിന് വേണ്ടി പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സഹോദരിയെയും കുടുംബത്തെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആ സഹോദരിയുടെ ആ കുടുംബജീവിതത്തെ അങ്ങ് അനുഗ്രഹിച്ച് മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കൂടാതെ അവരോട് ബന്ധപ്പെട്ട സകല പ്രാർത്ഥന വിഷയങ്ങൾ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു കർത്താവ്. അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് വേഗത്തിൽ പോകാം. ഇത് കാണുമ്പോൾ ഓർക്കുക, ഒരാൾക്ക് വേണ്ടി യേശു ചെയ്തെങ്കിൽ എനിക്ക് വേണ്ടിയും യേശു ചെയ്യും എന്ന് ഉള്ളിൽ ആഴത്തിൽ ഇന്ന് വിശ്വസിക്കുക. ഈ സിസ്റ്ററിൻ്റെ പേര് സിന്ധു എന്നാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അലൻ, അതിന് 2.25 വയസ്സുണ്ട്. ഈ സിസ്റ്റർ പറഞ്ഞത് ഇതാണ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ഈ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് ഏകദേശം 9-ാം മാസമായപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു സ്കാനിങ് ചെയ്തിരുന്നു. ആ സമയത്ത് ആ സ്കാനിങ്ങിൽ ഇങ്ങനെ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ഡോക്ടറുടെ അടുക്കൽ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അന്നൊരു സംശയം പറഞ്ഞത് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ആ ടെസ്റ്റിൽ ഇങ്ങനെയാണ് റിപ്പോർട്ട് വന്നത്, കിഡ്നിക്ക് വീക്കമുണ്ടെന്ന് പറഞ്ഞു.
കിഡ്നിക്ക് വീക്കമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഒത്തിരി മരുന്നുകളെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവരതെല്ലാം കഴിച്ചു, പക്ഷേ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം ഫെബ്രുവരി മാസം 5-ാം തീയതി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ ചില വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കിഡ്നിക്ക് പ്രോബ്ലമുള്ള വ്യക്തികളെ സൗഖ്യമാക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അമ്മ അത് വിശ്വസിച്ചു. അതിനുശേഷം ഫെബ്രുവരി 15-ാം തീയതി ഇവർ സ്കാനിങ്ങിന് വേണ്ടി പോയിരുന്നു. ഒരു DTP സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ സ്കാനിങ്ങിൽ ആ വീക്കം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. കുറഞ്ഞു വരുന്നു, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സഹോദരി എൻ്റെ കയ്യിൽ 2 സ്കാനിങ് റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ അത് 9 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 9 ഭാഗത്തും അതിൻ്റെ പ്രശ്നങ്ങൾ കാണുവാൻ സാധിക്കും. പക്ഷേ ബ്രദർ അന്ന് ബ്ലെസ്സിംഗ് ടുഡേ TV-യിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഫെബ്രുവരി 5-ാം തീയതിയാണ് അത് വിളിച്ചു പറഞ്ഞത്. അതിനുശേഷം പോയി സ്കാൻ ചെയ്ത റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിൽ 6 എണ്ണത്തിൽ ഇതുണ്ട്. പക്ഷേ അവസാനത്തെ ഇതിൽ കിഡ്നിയുടെ വീക്കം കാണുന്നില്ല. ഏറ്റവും മുകളിലുള്ള കാരണം 2.25 വയസ്സേ ഈ കുഞ്ഞിനുള്ളൂ. വളരെ ചെറുപ്രായമാണ്. ഈ കിഡ്നിയുടെ പ്രശ്നമുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി അത് ബാധിക്കും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഈ കുഞ്ഞ് ഈ ഹോളിൽ നിൽക്കുമ്പോൾ പൂർണ്ണമായും യേശു കർത്താവ് ആ കിഡ്നിയുടെ പ്രശ്നത്തെ എടുത്തു മാറ്റി പൂർണ്ണമായും ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന യേശു പൂർണ്ണമായി സൗഖ്യമാക്കിയിട്ടാണ് ഈ കുഞ്ഞിനെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത്. ഗർഭാവസ്ഥയിൽ തന്നെ, ജനിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കിഡ്നിയുടെ പ്രോബ്ലമായിട്ടാണ് ഈ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തയ്യാറെടുത്തത്. അതിനുശേഷവും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവസാനത്തെ റിപ്പോർട്ടിൽ, സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് നോർമൽ ഫങ്ഷനിങ്, നോൺ ഒബ്സ്ട്രക്റ്റഡ് റൈറ്റ് കിഡ്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. യാതൊരു പ്രശ്നവുമില്ലാതെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നിയാണ് ഇന്ന് ഈ കുഞ്ഞിനുള്ളത്. ഹല്ലേലൂയ. യേശു കർത്താവ് ആന്തരാവയവങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. ഈ സ്കാനിങ് റിപ്പോർട്ട് പിടിച്ചുകൊണ്ട് ഈ അമ്മയും കുഞ്ഞും ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ശരീരത്തിലെ അവയവങ്ങളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേ യേശുവിന് നിങ്ങളെയും സൗഖ്യമാക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ ആന്തരാവയവങ്ങളിൽ ഒരുപക്ഷെ ഗർഭാശയത്തിനോ അല്ലെങ്കിൽ കിഡ്നികൾക്കോ പാൻക്രിയാസിനോ ലിവറിനോ ലങ്സിനോ ഹാർട്ടിനോ എന്തിനായിരുന്നാലും ഇതേ യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം 2 കരവും ഉയർത്തിപ്പിടിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ഫാദർ. കർത്താവേ, ഈ സാക്ഷികൾ യേശു അത്ഭുതം ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർ, കൈകൾ നീട്ടിയിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരു സർജറി വേണമെന്നോ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരിൽ യേശുവിൻ്റെ അത്ഭുതം അതിനു മുൻപ് ഉണ്ടാകട്ടെ. അവരും സാക്ഷികളാകട്ടെ. ഒരു ജീവനുള്ള ദൈവം, സ്നേഹിക്കുന്ന സൗഖ്യമാക്കുന്ന ദൈവമുണ്ടെന്ന് അവർ സാക്ഷ്യം പറയട്ടെ. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നലെ കേട്ടുകൊണ്ടിരുന്ന സന്ദേശം തുടരുകയാണ്. ജീസസ് ദ ഫ്രീഡം ഗിവർ, സ്വാതന്ത്ര്യം നൽകുന്ന യേശു. കഴിഞ്ഞ ദിവസങ്ങളിലായി യേശു നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നതിൻ്റെ 7ാമത്തെ വശത്തിലേക്കാണ് നമ്മൾ വരുന്നത്. പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലുള്ള യേശുവിൻ്റെ വിടുതലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടുള്ള, ഹൃദയം നുറുങ്ങി തകർന്ന വ്യക്തികളെ യേശു എങ്ങനെ പണിയുന്നു, അതൊക്കെ ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 7ാമത്തെ ഒരു തലമാണ്. കംഫർട്ട് ടു ദോസ് ഹൂ മോൺ, വിലപിക്കുന്നവർക്ക് ആശ്വാസം. ഈ ഭൂമിയിൽ നിന്നും ഈ ഭൂഗോളം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാപകൽ മനുഷ്യരുടെ ഇടയിൽ നിന്നും ദീനരോദനങ്ങൾ, വിലാപങ്ങൾ, വലിയ നിലവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്നവർ, കൂട്ടക്കരച്ചിൽ ഉയരുന്നു. ഒരു മരണവീട്ടിൽ കൂട്ടക്കരച്ചിൽ ഉയരുന്നു.
ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വിവാഹ തകർച്ചയുണ്ടാകുന്നു. വിവിധ കാരണങ്ങളാൽ വിലപിക്കുന്ന ജനങ്ങളാണ് ഏത് രാഷ്ട്രത്തിൽ ചെന്നാലും ഉള്ളത്. ഈ നിലവിളി മുഴുവൻ ഉയരുന്നത് ദൈവത്തിലേക്കാണ്. വിലപിക്കുന്നവർക്ക് യേശു ആശ്വാസം നൽകുന്നു. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നൊരു ഭാഗത്തേക്ക് ഈ സമയത്ത് നമ്മൾ പോവുകയാണ്. പഴയ നിയമത്തിൽ ഏശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായത്തിൽ ചില വാക്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് വായിക്കാൻ പോകുന്നത്. 61 അധ്യായം 3 വാക്യം മുതൽ താഴേക്ക് നമുക്കൊന്ന് നോക്കാം. കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ചേർന്ന് നോക്കി വായിക്കാം. വിലപിക്കുന്നവരെയെല്ലാം ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതർക്ക് ചാരത്തിന് പകരം അലങ്കാരമാലയും വിലാപത്തിന് പകരം ആനന്ദ തൈലവും വിഷാദ ഹൃദയത്തിന് പകരം സ്തുതി എന്ന മേലങ്കിയും നൽകുവാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യേശു നൽകുന്ന, യേശു പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. അതിൽ ഓരോന്നും നമ്മളെടുത്ത് നോക്കിയാൽ നമ്മളിവിടെ കാണുന്നത്, ബൈ ഗിവിങ് ദം എ ക്രൗൺ ഓഫ് ബ്യൂട്ടി ഫോർ ആഷസ്, ചാരത്തിന് പകരം അലങ്കാരമാല എന്നാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗിവിങ് ദം എ ക്രൗൺ ഓഫ് ബ്യൂട്ടി, അതിൻ്റെ ഇംഗ്ലീഷിൽ ശരിക്കും ഏതാണ്ട് ഇങ്ങനെയാണ് വരുന്നത്, എ ക്രൗൺ ഓഫ് ബ്യൂട്ടി, അല്ലെങ്കിൽ ഒരു സൗന്ദര്യ കിരീടം. ചാരത്തിന് പകരം സൗന്ദര്യ കിരീടം നൽകാൻ. ആഷസ് എന്ന് പറയുമ്പോൾ, ചാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില വ്യക്തി അന്നത്തെ കാലത്ത് ദുഃഖം വരുമ്പോൾ, വിലാപം വരുമ്പോൾ സാധാരണ ഇസ്രായേൽ ജനം, എബ്രായർ ചെയ്യുന്നത് കുറേയധികം ചാരം, വെണ്ണീർ എടുത്ത് ശരീരത്തിലേക്ക് ഇടുകയും വെണ്ണീരിൽ പോയി ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വിലപിക്കുമ്പോൾ അവരുടെ ആ വിലാപത്തെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ചാരം പൂശുക, ചാരം വാരിയിടുക, ചാരത്തിൽ പോയി ഇരിക്കുക, വെണ്ണീറിൽ പോയിരിക്കുക. അത് കാണിക്കുന്നത് ഐ എം ബ്രോക്കൺ, ഞാൻ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പലരുടെയും ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. ജീവിതത്തിലുള്ളതെല്ലാം ഒരുപിടി ചാരമായി മാത്രം മാറിയ അവസ്ഥ. ഒന്നുമില്ല, ഇനി അവശേഷിക്കുന്നതായിട്ടൊന്നുമില്ല. അതുപോലെ എല്ലാം തകർന്ന അവസ്ഥയിൽ നിന്നുള്ള ഒരു വിലാപം, ഒരു ലമന്റേഷൻ. അങ്ങനെയുള്ളവർക്ക് ആ ചാരം, യേശു കർത്താവ് പറയുന്നത്, ആ ചാരം എൻ്റെ കയ്യിലേക്ക് താ, ആ ഒരുപിടി ചാരം എൻ്റെ കയ്യിൽ തന്നാൽ, എ ക്രൗൺ ഓഫ് ബ്യൂട്ടി, ഒരു സൗന്ദര്യ കിരീടം ഞാൻ നിൻ്റെ തലയിൽ വെച്ച് തരാം. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഉള്ളിലൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? യേശുവിനത് ചെയ്യാൻ കഴിയും, എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. എൻ്റെ ഇന്നത്തെ അവസ്ഥ, തകർന്നു കിടക്കുന്ന എൻ്റെ ഇന്നത്തെ ജീവിതത്തിലെ അവസ്ഥ മാറ്റി പകരം ഒരു സൗന്ദര്യ കിരീടം, ഒരു ക്രൗൺ ഓഫ് ബ്യൂട്ടി എൻ്റെ തലയിൽ വെച്ച് തരാൻ യേശുവിന് സാധിക്കും എന്ന് അകത്ത് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ യേശു അത് ചെയ്തു തരും. അത് ചെയ്യുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്തിട്ടുണ്ട്. ജീവിതം മുഴുവൻ വല്ലാതെ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളിൽ കർത്താവ് ചെയ്തത്, ആ ചാരം കർത്താവ് കയ്യിൽ എടുത്ത് പകരം വിലാപം മാറി സന്തോഷിക്കാവുന്ന അനുഭവങ്ങളിലേക്ക് നടത്താൻ, അനുഗ്രഹങ്ങളിലേക്ക് നടത്താൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടയായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലും യേശു പ്രവർത്തിക്കും. ടേക്ക് ഹാർട്ട്, ഡു നോട്ട് ലൂസ് യുവർ ഹാർട്ട്, ചിയർ അപ്പ്. കർത്താവിന് അത് ചെയ്തു തരാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഒരു പിടി ചാരം മാത്രമായി ജീവിതം തീരുമ്പോൾ അത് ഏറ്റുവാങ്ങി ഒരു സൗന്ദര്യ കിരീടം, അല്ലെങ്കിൽ ഒരു ഗ്ലോറിയസ് പൊസിഷനിലേക്ക്, മഹത്വപൂർണമായൊരു അനുഭവത്തിലേക്ക് നടത്താൻ യേശുവിന് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. മറന്നു പോകരുത്. ഇതിലൂടെ യേശു നമുക്ക് നൽകുന്ന പ്രത്യാശ വളരെ വലുതാണ്. ലോക ചരിത്രം കണ്ടതിൽ മനുഷ്യരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന, പ്രത്യാശ നൽകുന്ന വേറെ ഒരു ക്യാരക്ടർ ഇല്ല. യേശു
നൽകുന്നത് പോലെ പ്രത്യാശ, ഈ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നു. ഇനി മരിക്കാൻ പോകുന്ന ഒരാൾ എങ്ങനെയാലും മരിക്കും. ആ ആൾ യേശുവിൽ വിശ്വസിച്ചാണ് മരിക്കുന്നതെങ്കിൽ മരണശേഷവും കൊണ്ടൊരു പ്രതീക്ഷ. അതെന്താണ്? യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സോ മരണശേഷം പോലും നീണ്ടു നിൽക്കുന്ന വാഗ്ദത്തങ്ങളും പ്രതീക്ഷകളുമാണ് യേശു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ഉരുപിടി ചാരമായിരിക്കുന്ന ജീവിതത്തെ യേശുവിന് മഹത്വപൂർണ്ണമാക്കാൻ, ഗ്ലോറിയസ് ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് ജീവിതം മുന്നിലേക്ക് പോകുക. അങ്ങനെ പ്രാർത്ഥിക്കുക, അത് ഏറ്റുപറയുക. അടുത്തതായി യേശു അവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വേറൊരു യേശുവിൻ്റെ ശുശ്രൂഷയിലുള്ള വിടുതലിൻ്റെ വേറൊരു മേഖല ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഗിവിങ് ദം ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ്. വിലാപത്തിന് പകരം ആനന്ദ തൈലം, ആനന്ദത്തിൻ്റെ തൈലാഭിഷേകം നൽകാൻ യേശുവിന് സാധിക്കും. എന്ന് വെച്ചാൽ ഇന്ന് വിലപിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ ഒരു തൈലം പകരാൻ യേശുവിന് സാധിക്കും. എന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുഖത്തൊരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു ചിരി നൽകാൻ യേശുവിനെ സാധിക്കും. എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ, ജീവിതത്തിൽ, ശുശ്രൂഷയിൽ കണ്ടിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, തകർന്ന് തരിപ്പണമായിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് കരഞ്ഞ് വിലപിച്ച് കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ചാലുകൾ ഒഴുക്കിയവരെ യേശു അകത്ത് വരുമ്പോൾ, ജീവിതത്തിൽ വരുമ്പോൾ, അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകി മുഖത്തൊരു ചിരിയും ഒരു പ്രകാശവും ഒരു പ്രഭയും നൽകാൻ യേശുവിന് സാധിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശു മുഖപക്ഷമുള്ള ദൈവം അല്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ അവൻ സന്നദ്ധനാണ്. ഇനി അവിടെ നമ്മൾ യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: ബൈ ഗിവിങ് ദം എ ഗാർമെന്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡെസ്പയർ. എന്ന് വെച്ചാൽ ഒരു വിഷാദ ഹൃദയത്തിന് പകരം ഒരു സ്തുതിയുടെ മേലങ്കി നൽകാൻ. എന്ന് വെച്ചാൽ നമ്മളൊരു മേലങ്കി ഇട്ടാൽ നമ്മൾ ജനം കാണുന്നത് മുഴുവൻ, മറ്റുള്ളവർ കാണുന്നത് മുഴുവൻ ആ അങ്കിയാണ്, നമ്മുടെ ശരീരമല്ല. അതുപോലെ സ്തുതികളാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന രീതിയിൽ ഒരു പ്രൈസിങ് ലൈഫ്, വർഷിപ്പിംഗ് ലൈഫ് നൽകാൻ. എന്ന് വെച്ചാൽ സ്തുതിക്കാനോ ദൈവത്തിന് നന്ദി പറയാനോ കഴിയാത്ത രീതിയിൽ ഹൃദയം മുഴുവൻ ദുഃഖിതമായിരിക്കുന്ന, വിഷാദം നിറഞ്ഞിരിക്കുന്ന, ഒരു ഡിപ്രഷനിലൂടെ പോകുന്ന വ്യക്തികൾക്ക് യേശുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് ചെയ്തു തരുന്നത് സ്തുതിയുടെ ഒരു മേലങ്കിയാണ് ഇട്ട് തരുന്നത്. നിങ്ങളൊരു ഡിപ്രഷനിലൂടെ പോകുന്ന വ്യക്തിയാണോ? ഒരുപക്ഷെ ഡിപ്രഷനുള്ള മരുന്ന് നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ആ ഡിപ്രഷനിൽ നിന്നും പുറത്തെടുത്ത് ദൈവത്തെ ധാരാളമായി സ്തുതിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് യേശുവിന് നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖത്തിൻ്റെ ആത്മാവല്ല. അതെങ്ങനെ അറിയാം? ഗലാത്യ ലേഖനം 5:22-23 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിൽ ഒന്ന് സ്നേഹം, സന്തോഷം, സമാധാനം. അവിടെ പറഞ്ഞിരിക്കുന്ന സന്തോഷം, ലവ്, ജോയ്, പീസ്. രണ്ടാമത്തേതാണ് സന്തോഷം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ദൈവികമായ സന്തോഷം നമ്മുടെ അകത്ത് വന്ന് നിറയും. So the Holy Spirit is a joyful spirit, spirit of joy. അപ്പോൾ അവിടെ യേശു ചെയ്യുന്നത് എന്താണ്? ഡിപ്രഷനിലായിരിക്കുന്ന ഒരു വ്യക്തി, ആകെ ഹൃദയം തകർന്നിരിക്കുക, ഗ്ലൂമിയാണ്, ഒരു മ്ലാനതയാണ് ജീവിതത്തിൽ മുഴുവൻ, ദുഃഖമാണ്. എപ്പോഴും ആ ദുഃഖത്തിൽ മാത്രം ഇങ്ങനെ രസിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തി.
യേശുവിൻ്റെ ആത്മാവ് അകത്തേക്ക് വരുമ്പോൾ സ്വർഗീയമായൊരു സന്തോഷം ആ ജീവിതത്തിൽ വന്ന് നിറയുകയും അങ്ങനെ ജീവിതം മുഴുവൻ മാറുകയും ദൈവത്തെ സ്തുതിക്കുകയും സ്തുതിയുടെ ഒരു മേലങ്കി തന്നെ ധരിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റാൻ യേശുവിന് സാധിക്കും. സോ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകാനാണ്. ഇമോഷണൽ ഫ്രീഡം, അകത്തൊരു ഫ്രീഡം. ഇതിൻ്റെ പല തലങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ചില എപ്പിസോഡുകളിൽ ഞാൻ ടച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം അതിലൂടെയൊക്കെ പല മേഖലകളിൽ ഈ എപ്പിസോഡുകൾ വാച്ച് ചെയ്യുന്ന ആളുകളുടെ ലൈഫിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ആശിഷമാരി എന്നുള്ള പുസ്തകം, അതിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും ഓരോ ക്യാരക്ടേഴ്സ് പുറത്തു വരുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും വചനവും കൂട്ടായ്മയിലൂടെ എല്ലാം പോകുമ്പോൾ വരുന്നതെന്നുള്ളത് ഒരു കഥാരൂപത്തിലാണ് അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്ന് വരെ അതിൻ്റെ കോപ്പികൾ ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടണം. അത് പല പ്രാവശ്യം വായിക്കണം. അതിലൂടെയെല്ലാം ഇതുപോലെ ഡിപ്രഷനിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയി തകർന്ന വ്യക്തികളെ കർത്താവ് സ്തുതിയുടെ മേലങ്കി ധരിപ്പിച്ച് പുറത്തു കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഡിപ്രഷനിലൂടെ പോകുന്ന മാനസിക രോഗങ്ങളോ മെൻ്റൽ ഇൽനെസ് അങ്ങനെയുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്നവർ, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ആദ്യം പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാനസിക രോഗങ്ങൾക്ക് അടിമകളായ വ്യക്തികൾ, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലും സൈക്കാട്രിക് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഡിപ്രഷനിലൂടെ പോകുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അവർ പുറത്തു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവരുടെ മേൽ സ്തുതിയുടെ ഒരു മേലങ്കി അങ്ങ് ധരിപ്പിക്കുന്നതിനാൽ നന്ദി പറയും. അവരുടെ മേൽ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ആനന്ദ തൈലം, ആ തൈലത്താൽ അങ്ങ് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ഹൃദയത്തിലേക്ക് സന്തോഷത്തെ പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ ഒരു കാലിൻ്റെ മുട്ടിന് പ്രയാസമുള്ളൊരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നുണ്ട്. എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റിലൂടെ, സർജറിയിലൂടെ, പ്രയാസങ്ങളിലൂടെ നിങ്ങൾ പോയി, എന്നാൽ ഇന്നും ആ കാൽമുട്ട് ശരിയായിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ കാൽമുട്ട് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നൊരു വിഷയം പറഞ്ഞു കാണും. കർത്താവ് നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനമുള്ള ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ന്യൂമോണിയ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശബ്ദം നഷ്ടപ്പെട്ട ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ശബ്ദം തിരിച്ചു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. തോളെല്ലുകളിൽ പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ എല്ലുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ യൂട്രസിനകത്തുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്.
തകരാറുകൾ മാറിപ്പോകട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, വിവിധ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ മേൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയും. ഒരു വശം തളർന്നുപോയ ചില വ്യക്തികൾ കർത്താവ് സൗഖ്യമാകും. ഇൻ ജീസസ് നെയിം. വീൽ ചെയറിൽ ആയിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. മറ്റു ചില പ്രധാന സന്ദേശങ്ങളിലേക്കായിരിക്കും നമ്മൾ നാളെ പോകുന്നത്. മിറക്കിൾസ് ടുഡേ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. God bless you. See you tomorrow. Bye-bye. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശു ആരെന്നാണ് പത്രോസ് പറഞ്ഞത്? Who did Peter say Jesus was? ഓപ്ഷൻസ്: എ ഏലിയ പ്രവാചകൻ, ബി യോഹന്നാൻ സ്നാപകൻ, സി പ്രവാചകൻ, ഡി ദൈവത്തിന്റെ ക്രിസ്തു. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് OMX നൽകുന്ന അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.